ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പം എന്നിട്ട് നമ്മുടെ ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗായ്സ്. എല്ലാവർക്കും സുഖമാണ്. എന്തിൻ്റെ വിശേഷം? ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ ഗായ്സ്. ഇന്ന് സൺഡേത്തെ വീഡിയോ ആണ് കേട്ടോ. അച്ഛൻ മധുരക്കിഴങ്ങ് മേടിച്ചോണ്ട് വന്നു കേട്ടോ. നമ്മൾ പാലക്കാട്ടുകാർ ചക്കര വെള്ളിക്കിഴങ്ങെന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. മധുരക്കിഴങ്ങ് അധികം പറയത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് ഇതിൽ കുറേ മണ്ണും ചെളിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കുറേ നേരം വെള്ളത്തിലൊക്കെ ഇങ്ങ് കുതിരാനിട്ട് നല്ലപോലെ അങ്ങ് കഴുകിയിട്ടുണ്ട് കേട്ടോ. കഴുകിയിട്ട് ഞാൻ വെള്ളത്തോടു കൂടി കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 2-3 ട്രിപ്പ് കഴുകിയിട്ടാണ് കൊണ്ടുവന്നു കേട്ടോ. ഒത്തിരി മണ്ണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴുകിയപ്പോൾ നല്ല ഒരു പിങ്ക് നിറമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പിലാണ് വേവിക്കുന്നത് കേട്ടോ. ഗ്യാസിലേക്കിനേക്കാൾ അടുപ്പിൽ പെട്ടെന്ന് ഗ്യാസിൽ പയ്യെ പേലാവത്തുള്ളൂ. ഒത്തിരി വിറകെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ വിറകടുപ്പിൽ വെക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കഴുകി ഞാൻ ചട്ടിയിലേക്ക് ഇങ്ങ് ഇടുവാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഈ സംഭവം. എനിക്ക് വലുതായിട്ട് ഇഷ്ടമല്ല. വാവൂസിന് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വിറക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അച്ഛൻ ഇന്ന് തന്നെ മേടിച്ചോണ്ട് വന്നിട്ടോ. അപ്പോൾ ഞാനങ്ങനെ വെള്ളമൊക്കെ കൂടി പോയിട്ട് അപ്പോൾ വീണ്ടും അടുപ്പത്ത് വെച്ചിട്ട് വീണ്ടും ആ വെള്ളം എടുത്തതിലേക്ക് ഒഴിച്ചാൽ കേട്ടോ. ഒരുപാട് വെള്ളം വേണ്ടാന്ന് വെച്ചു. പക്ഷേ ഈ സംഭവം പെട്ടെന്ന് വേകുന്നതാണ് കേട്ടോ. നമ്മുടെ കപ്പക്കിഴങ്ങില്ല, പൂളക്കിഴങ്ങ് അതിനേക്കാളും പെട്ടെന്ന് വേകുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടായിരുന്നു. ഉപ്പില്ലാതെ കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പെല്ലാം ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും വെന്ത് കഴിഞ്ഞ് കൊണ്ടോ പെട്ടെന്ന് വേകുന്ന സംഭവം. അതിൻ്റെ തൊലി തന്നെ വെന്ത് കഴിഞ്ഞാൽ ആ തൊലിയൊക്കെ ഇങ്ങ് പോയി കിടക്കുന്നു കേട്ടോ. അമ്മ എന്നെ ഇങ്ങ് വഴക്ക് പറഞ്ഞായിരുന്നു, അത് വെന്ത് ഇങ്ങ് കൂളായി പോടി എന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങ് തൊലിയൊക്കെ ഇങ്ങ് ആ വെള്ളത്തിൽ തന്നെ പോയായിരുന്നു കേട്ടോ പാതി. എന്നിട്ട് പയ്യെ ഇങ്ങ് എടുക്കുക കേട്ടോ. പിന്നെ ഇനി പയ്യെ എടുത്തില്ലെങ്കിൽ എല്ലാം ഉടഞ്ഞു പോകും കേട്ടോ. അമ്മാതി നല്ലോണം അങ്ങ് വെന്തിട്ടുണ്ട് കേട്ടോ. തൊലിയൊക്കെ ഇങ്ങ് പെട്ടെന്ന് പോകും കേട്ടോ. നല്ല ചൂടല്ലേ, തൊലി പോയി കിട്ടും. അപ്പം അങ്ങനെ നമ്മൾ ചായക്കുള്ള കടയാണ് കേട്ടോ ഈ ചക്കര വെള്ളിക്കിഴങ്ങ് എന്ന് പറയുന്നത്. മധുരക്കിഴങ്ങ് മീൻസ് ചക്കര വെള്ളിക്കിഴങ്ങ് കേട്ടോ. ഞങ്ങൾ കൂടുതൽ അതാ പറയുന്നത്. അപ്പം മുറിച്ചൊന്നും ഇട്ടില്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങ് മുറിഞ്ഞു പോയതാ. ചിലതൊക്കെ ഇങ്ങ് എടുക്കുമ്പോൾ തന്നെ മുറിഞ്ഞു പോയതാ കേട്ടോ. നല്ലോണം ഇങ്ങ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ ചായക്കുള്ള കടിയാണ് കേട്ടോ ഇത്. ചായയോടൊപ്പം കഴിക്കുന്ന സ്പെഷ്യലാണ് കേട്ടോ ചക്കര വെള്ളിക്കിഴങ്ങ്. പാവൂസ് ഇങ്ങ് അവിടെ നിന്നിട്ട് എന്താടി ഇനി ആയില്ലേന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പാവൂസ് എന്നെ സ്നേഹത്തോടെ എങ്ങനെയൊക്കെ ചില സമയം വിളിക്കാറ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെല്ലാം എടുത്ത് കഴിഞ്ഞു കേട്ടോ. എല്ലാവർക്കും ഇന്ന് ചായക്ക് ഇതാണ് കേട്ടോ സ്പെഷ്യൽ. ഞാൻ ഇന്ന് ബിസ്ക്കറ്റ് കഴിക്കുന്നില്ല. ഈ ബിസ്ക്കറ്റ് തന്നെ എൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം അങ്ങനെ എല്ലാം എടുത്ത് കഴിഞ്ഞു കേട്ടോ. തൊലിയെല്ലാം ഇങ്ങ് പോയി. ആ വെള്ളത്തിൽ തന്നെ പാതിയൊക്കെ ഇങ്ങ് ഉടഞ്ഞും പോയിട്ടോ. ഉടഞ്ഞും തൊലിയൊക്കെ പോയി. നമ്മളെല്ലാം എടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ഉണ്ടോ നോക്കുക. ഇനി ഒന്നുമില്ല കേട്ടോ. രണ്ടെണ്ണം കൂടി ഉണ്ട് കേട്ടോ. കുഞ്ഞു കിഴങ്ങാട്ടോ. ഇല്ലെങ്കിൽ വലുതാട്ടോ. ഇത് കുഞ്ഞിതാ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങ് വെന്ത് കേട്ടോ. എനിക്കാണ് നല്ല അമർത്തി അങ്ങ് എടുത്താൽ അതങ്ങ് പൊട്ടിപ്പോകും. അമ്മാതിരി അങ്ങ് വെന്ത് കേട്ടോ. വാവൂസിന് ഇന്ന് ലീവാണ് കേട്ടോ. വാവൂസ് കുറേ 5 ദിവസമൊക്കെ ഇങ്ങ് ലീവാട്ടോ. വാവൂസ് ഇങ്ങ് TV എല്ലാം കണ്ടുകൊണ്ടേ ഇരിക്കുക കേട്ടോ. TV പിന്നെ ഫോണൊക്കെ ഇങ്ങ് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ എല്ലാം എടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ നേന്ത്രപ്പഴം ഇങ്ങ് വേവിച്ച് വെച്ച പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചായയൊക്കെ റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ. ഇതങ്ങ് വേവിക്കാൻ വെച്ചിട്ടാണ് ചായയെല്ലാം തയ്യാറാക്കാൻ പോയിട്ടോ. അപ്പോൾ നമ്മുടെ ചായയെല്ലാം റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ ചായക്കുള്ള കടിയാണ് ഈ ചക്കര വെള്ളിക്കിഴങ്ങ് കേട്ടോ. അപ്പോൾ ഓരോ പാത്രത്തിലാക്കാം കേട്ടോ. അച്ഛനുണ്ട് കേട്ടോ. അച്ഛനും വീട്ടിലുണ്ട്. അച്ഛന് ഇന്ന് ലീവാണ്. അപ്പോൾ എല്ലാവർക്കും കൂടി കഴിക്കാൻ വേണ്ടി ഇങ്ങ് ആക്കാം കേട്ടോ. അതിനൊപ്പം തന്നെ ചായ എടുത്ത് വെച്ചു കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.